ഹായ് വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഈ ഹൈത്താങ് അശ്വനുമായിട്ടുള്ള ബന്ധമെല്ലാം വേർപിരിഞ്ഞൊന്ന് സൈൻ ചെയ്ത് വാങ്ങിയിട്ട് ആ വീടും സ്ഥലവും അയാൾക്ക് കൊടുത്തിട്ട് അവിടെ നിറങ്ങുകയാണ്. അവൾ തങ് യേഷനുമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരും. അവൾ ആകെ കയ്യിലെടുക്കുന്നത് അവളുടെ ഗ്രാൻഡ്മയുടെ ആഷസും പഠിക്കാനുള്ള കുറച്ച് ബുക്സുമാണ്. ഗ്രാൻഡ്മയുടെ ആഷസ് അവിടെ കൊണ്ടുവച്ചിട്ട് ഫോട്ടോയുടെ മുന്നിൽ അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ്മ, ഇനി ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. എനിക്കിപ്പോൾ ഒരു ഫാമിലി ഉണ്ട്. ഞാൻ നന്നായിട്ട് പഠിച്ച് കോളേജിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഗ്രാൻഡ്മ, എൻ്റെ പേര് തങ് യേഷൻ. എന്ത് വന്നാലും ഞാൻ അവളെ കൈവിടില്ല. ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അന്ന് രാത്രി അവിടെ ഒരു ബെഡല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ബെഡിൽ അവൾ കിടക്കുകയാണ്. അവനിവിടെ പുറത്ത് വന്നിങ്ങനെ ഇരിപ്പുണ്ട്. അകത്ത് കിടന്നിട്ട് അവൾ അവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അവൻ പറയും, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നീ പേടിക്കേണ്ട. അവളെ വീണ്ടും അവൻ്റെ പേര് വിളിച്ചിട്ട് പറയും, നമുക്ക് നാളെ തന്നെ പോയി നിനക്ക് വേണ്ടിയിട്ട് വേറൊരു ബെഡ് വാങ്ങാം. അവൻ ഓക്കെ പറയും. അവൾ വീണ്ടും നിർത്തുന്നില്ല, അവൻ്റെ പേര് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവൾ അവനോട് വിളിച്ച് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു വീടുണ്ട്, എനിക്കൊരു ഫാമിലി ഉണ്ട് എന്നൊക്കെ. എന്നിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അവൾ. അവൻ കുറേ കഴിഞ്ഞിട്ട് റാറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. റാറ്റ് ഉറങ്ങുമായിരുന്നു. ഇവൻ അവൻ്റെ അടുത്ത് നിന്നിട്ട് വിളിച്ചുണർത്തുമ്പോൾ അവൻ പറയും, ഈ പാതിരാത്രിക്ക് നീ എവിടെ നിന്നാണ് വരുന്നത്? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അപ്പോൾ തങ്ങ് ചോദിക്കുന്നുണ്ട്, എടാ, നീ ആ ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് ഒക്കെ എടുക്കാറില്ലേ? അതെവിടെ നിന്നാണ് എടുക്കാറ്? അപ്പോൾ റാറ്റ് പറയുന്നുണ്ട്, അവസാനം നിനക്ക് കുറച്ച് ഫാഷൻ സെൻസ് വന്നിട്ടുണ്ട്. നിനക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത്? അവൻ പറയും, എനിക്ക് കുറച്ച് വിമൻസിനുള്ള ഔട്ട്ഫിറ്റാണ് വാങ്ങേണ്ടത്. അപ്പോൾ റാറ്റ് അവനെ കളിയാക്കുന്നുണ്ട്, നീ എന്ന് മുതൽ സ്ത്രീകളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ക്രോസ് ഡ്രസ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചേ? തങ്ങ് പറയും, പോടാ എഴുന്നേറ്റ്, എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ റാറ്റ് വീണ്ടും കളിയാക്കുന്നുണ്ട്, ഓ, അപ്പോൾ ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? തങ്ങ് പറയും, എടാ, അതുകൊണ്ടൊന്നും അല്ല. അവൾ അവളുടെ വീട് വിട്ട് വന്നേക്കുക, ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അവളൊന്നും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അവൻ പറയും, ഓ, അതാണോ കാര്യം? അങ്ങനെയാണെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടൗണിലെ തന്നെ ട്രെൻഡിയസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരാം. ഇതാണ് പ്ലാൻ. നീ നാളെ സ്കൂൾ കഴിഞ്ഞ് വരുന്നു, നമ്മൾ രണ്ടും കൂടി പോയി ഡ്രസ്സ് എടുക്കുന്നു, ഓക്കെ? തങ്ങ് പറയും, ഓക്കെ, എന്നാൽ നീ കിടക്ക്. റാറ്റ് വീണ്ടും ചോദിക്കുന്നു, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? നിനക്ക് വീടുണ്ട്, ബെഡുണ്ട്, അവിടെ പോയി കിടക്കുന്നൂടെ? അപ്പം തങ്ങ് പറയുന്നുണ്ട്, അവളവിടെ കിടന്നുറങ്ങുന്നുണ്ട്. റാറ്റ് ഉടനെ ഷെൻഷുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഷെൻഷു, നീ ഇതുവല്ല അറിഞ്ഞോ? ഈ ഹൈത്താങ് നമ്മുടെ തങ്ങിൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് ഇപ്പോൾ. അപ്പം തങ് റാറ്റിനെ പിടിച്ച് വെക്കുന്നുണ്ട്, എടാ പതുക്കെ പറ, അവൾ കേൾക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ മെയിൽ ബോക്സിനടുത്ത് ബുക്ക് ഓണർ അവിടെ നിൽപ്പുണ്ട്. അവിടെ ഒരു കുട്ടി വന്ന് ആ മെയിൽ ബോക്സിനകത്തേക്ക് ഒരു പൂച്ച കയറി പോകുന്നത് കണ്ടു എന്ന് പറയുമ്പം, പൂച്ചയ്ക്ക് എങ്ങനെ ഇതിനകത്തേക്ക് കയറി പോകാൻ കഴിയുന്നേ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കത്തുകൾ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ വെക്കാമെന്നും പറഞ്ഞിട്ട് ഓണർ ആ കുട്ടിയെ വിളിച്ചും കൊണ്ടുപോയി കത്തെടുത്ത് വെക്കുന്നുണ്ട്. അത് അയാളുടെ മോൻ തന്നെയാണ്. പിറ്റേ ദിവസം ഇവർ രണ്ടും കൂടി സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നക്കാരൻ പയ്യൻ വേറൊരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഹൈത്താങ്ങിൻ്റെ കയ്യിൽ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് തങ് യേഷനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള കുട്ടികളെല്ലാവരും കൂടെ സൈൻ ചെയ്തിട്ടുള്ള ഒരു ജോയിൻറ്റ് പെറ്റീഷനാണ്. ഈ ഹൈത്താങ് ഈ പെറ്റീഷനുമായിട്ട് പ്രശ്നക്കാരൻ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണിത്? അവൻ പറയും, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജോയിൻറ്റ് ഒപ്പീനിയനാണ്. ഈ ഹൈത്താങ് ഉടനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് സൈൻ ചെയ്യാൻ പറ്റും, പക്ഷെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആർക്കും ധൈര്യമില്ലല്ലേ? അപ്പോൾ പ്രശ്നക്കാരൻ പറയുന്നുണ്ട്, സൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കളക്റ്റീവ് ഒപ്പീനിയൻ കാണിക്കുന്നു എന്നുള്ളതാണ്. നിനക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാം, ഞങ്ങളാരും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോൾ ഈ ഹൈത്താങ് ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്നെ ഡിസ്റ്റർബ് ചെയ്തത്? പ്രശ്നക്കാരൻ പയ്യൻ പറയും, നീ ഒരു മോണിറ്റർ അല്ലേ, നിന്റെ ഗ്രേഡ്സ് ഒക്കെ എത്രയാണെന്ന് നിനക്ക് തന്നെ അറിയില്ലേ? പക്ഷേ ഇവൻ വന്നതിന് ശേഷം നിന്റെ ഗ്രേഡ്സിലുള്ള മാറ്റം തന്നെ നീ നോക്കൂ, ഇതെല്ലാം നാണം കെടുത്തുന്നതല്ലേ? ഒരു പ്രശ്നക്കാരെ ഇവിടെ വന്ന് കയറിയപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകാരും കളിയാക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, എൻ്റെ ഗ്രേഡിൻ്റെ പ്രശ്നം അതെൻ്റെ പേഴ്സണൽ മാറ്ററാണ്, അത് നിന്നെ കൺസേൺ ചെയ്യുന്ന വിഷയമേ അല്ല. അവർക്ക് ചിരിക്കണമെങ്കിൽ എന്നെ നോക്കി ചിരിക്കാം. നിനക്കെന്ത് അധികാരമാണ് ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനായിട്ട്? അങ്ങനെ നിനക്കൊരു അധികാരവും തന്നിട്ടില്ല ആരും. അവൾ എന്നിട്ട് ആ പെറ്റീഷൻ വായിച്ചിട്ട് പറയുകയാണ്, ഈ പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത് തങ് യേഷൻ ഈ ക്ലാസ്സിലെ കുട്ടികളെ അടിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് തങ് യേഷനെ അടിച്ചത്? ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വരാം. അപ്പോൾ ആരും വരുന്നില്ല. അവൾ വീണ്ടും വായിക്കുകയാണ്, ഫീമെയിൽ സ്റ്റുഡൻസിനെയൊക്കെ അവൻ ഹറാസ് ചെയ്യുന്നുണ്ട് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഏത് ഫീമെയിൽ സ്റ്റുഡൻറ്റിനെയാണ് ഹറാസ് ചെയ്തിരിക്കുന്നത്? ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് ബാക്കിയുള്ളവരുടെ പഠനത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവൻ വന്നതുകൊണ്ട് ആരുടെ പഠനമാണ് ഡിസ്റ്റർബ് ആയിരിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. ആരും വരുന്നില്ല. അപ്പോൾ അവൾ പറയാണ്, ഒരാൾ പാവപ്പെട്ടതാണ് എന്ന് കരുതി, അല്ലെങ്കിൽ അയാളുടെ ഗ്രേഡ്സ് അത്ര നല്ലതല്ല എന്ന് കരുതി നമുക്ക് അയാളെ എക്സ്പെൽ ചെയ്യാനായിട്ട് കഴിയില്ല. ഇല്ലാത്ത കുറ്റം ഒരാളുടെ മേൽ ചുമത്തി വെക്കാനും കഴിയില്ല. ഇനി അവൻ്റെ മാർക്കാണ് പ്രശ്നം, അവൻ്റെ ഗ്രേഡാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, ഞാൻ തന്നെ അവനെ പഠിപ്പിച്ചോളാം. അപ്പോൾ ഈ പ്രശ്നക്കാരൻ പയ്യൻ പറയുന്നുണ്ട്, എത്ര പഠിപ്പിച്ചാലും അവന് മനസ്സിലാവില്ല, അവൻ ഈ ക്ലാസ്സിലെ ബ്ലാക്ക് ഷീപ്പാണ്. അപ്പോൾ ഇവൾ അവനോട് പറയുന്നുണ്ട്, ഈ ക്ലാസ്മേറ്റ്സിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രശ്നക്കാരൻ നീയാണ് ഇവിടുത്തെ ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ അവൻ വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, നീ ഇപ്പോൾ പറഞ്ഞു, ഒന്നുകൂടെ പറയൂ.
അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയും, ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ നിന്റെ ബുള്ളിയും കേട്ടും കൊണ്ട് ഇവിടെ ഇരിക്കാനല്ല. അത്രയും പറഞ്ഞിട്ട് അവൾ ആ പെറ്റീഷൻ കീറി കളയുന്നുണ്ട്. എന്നിട്ട് അവൾ പോയി അവളുടെ സീറ്റിൽ ഇരിക്കും. അപ്പോൾ ഈ പ്രശ്നക്കാരൻ ബാക്കിയുള്ള സ്റ്റുഡൻസിനോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ, എന്നിട്ട് ഇപ്പം എന്താ ആരും ഒന്നും മിണ്ടാത്തെ? നമ്മളെല്ലാവരും കൂടി എഗ്രി ചെയ്ത കാര്യമല്ലേ ഇത്? അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കാരണം അവൻ പോയിരിക്കും. ക്ലാസ് കഴിഞ്ഞ് അവർ ലെറ്റർ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് ഈ ഹൈത്താം. അവൾ എന്നിട്ട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഒരു ബെഡ് വാങ്ങാം, എന്നിട്ട് വീട് പോയി വൃത്തിയാക്കാം. അപ്പോൾ അവൻ പറയും, അത് നമുക്ക് പിന്നെ എപ്പോഴേലും ചെയ്യാം, എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട്. അവൾ ചോദിക്കും, അതെന്താ? റാറ്റ് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ബഡ്ഡീസ് ബില്ലിയാർഡ്സ് ഉടനെ തന്നെ റീഓപ്പൺ ചെയ്യും, അതുകൊണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അവൾ പറയും, എന്നാ നീ പൊക്കോ. അവൻ എന്നിട്ട് പോയി റാറ്റിനെ കാണുകയാണ്. അവരൊരുമിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ടാണല്ലോ പോകുന്നത്. തങ്ങ് പറയുന്നുണ്ട്, അവൾ വന്നപ്പോൾ ഒന്നും എടുക്കാണ്ടാണ് വന്നത്, അപ്പോൾ എനിക്ക് അവൾക്ക് കുറച്ച് ക്ലോത്ത്സ് എങ്കിലും വാങ്ങി കൊടുക്കണമെന്നുണ്ട്. റാറ്റ് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങ് പറയുന്നുണ്ട്, അവൾ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊന്നും ഇതുവരെ ഞാൻ ഇട്ട് കണ്ടിട്ടില്ല, ഇതൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും അവൾക്ക് ചിലപ്പോൾ. എങ്കിൽ നമുക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ടും ട്രെൻഡി ആയിട്ടുള്ളതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അവർ ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ റാറ്റ് കുറച്ച് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, നീ ഇത് വീട്ടിൽ ചെന്നിട്ട് അവള് കാണാതുണ്ട് അവിടെയൊക്കെ തൂക്കിയിടണം. അപ്പോൾ അവൾ വന്ന് നോക്കുമ്പോൾ ഇത് കണ്ട് സർപ്രൈസ്ഡ് ആവട്ടെ, അത് കുറച്ച് റൊമാൻറ്റിക് ആണ്. അപ്പോൾ തങ്ങ് പറയുന്നുണ്ട്, അതൊക്കെ വേണോ? അപ്പോൾ റാറ്റ് പറയും, അങ്ങനെയൊക്കെ ചെയ്യണം, ഗേൾസ് ഇതുപോലത്തെ റൊമാൻറ്റിക് സ്റ്റഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലേ കുറച്ചൊന്ന് ഇംപ്രസീവ് ആകത്തുള്ളൂ. പറഞ്ഞു വിട്ടിട്ട് റാറ്റ് വീണ്ടും ആ സ്റ്റോറിൽ വന്നിട്ട് നേരത്തെ അവൻ ആദ്യം കാണിച്ച ഡ്രസ്സ് വില പേശുന്നുണ്ട്. ബാർഗെയിൻ ചെയ്തിട്ട് ഇത് എനിക്ക് തരാമോ, ഇത്രയും റേറ്റിന് തരാമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വന്ന് ആ ഡ്രസ്സ് എടുക്കുമ്പോൾ പറയും, എന്നാൽ ബാർഗെയിനിങ് വേണ്ട, നിങ്ങൾ പറയുന്ന റേറ്റിന് തന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങാം. അവൻ ആ ഡ്രസ്സ് ഷെൻഷുവിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. ഹൈത്താങ് ഇവിടെ ബുക്ക് സ്റ്റോറിലെ ഓണറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വെയർ ഹൗസിലൊരു പഴയ ബെഡുണ്ട്, അത് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് ചീപ്പായിട്ടാണെങ്കിലും ഞാൻ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓണർ പറയും, അത് ബ്രോക്കായി കിടക്കുകയാണ്, അതിൻ്റെ സ്റ്റാൻഡൊന്നും ശരിക്കും നിൽക്കത്തില്ല. അവൾ പറയും, അത് കുഴപ്പമില്ല, എനിക്ക് അത് വിൽക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ബോസ് പറയും, അത് പൊട്ടിയിരിക്കുകയാണ്, നീ എനിക്ക് പൈസ ഒന്നും തരണ്ട, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് പോക്കോ, നിനക്കത് എടുത്തോണ്ട് പോകാനായിട്ട് പറ്റുമോ, നല്ല വെയിറ്റ് ഉണ്ട്. അവൾ പറയും, അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. തങ്ങേഷനാണെങ്കിൽ അവൻ വാങ്ങി വന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ്. ഡോറ് തുറന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഡ്രസ്സായിരിക്കും. അവനെന്നിട്ട് ആലോചിക്കുകയാണ്, ഇതിലിത്ര റൊമാൻറ്റിക് ആയിട്ട് എന്താ ഉള്ളത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് അവളുടെ സൗണ്ട് കേൾക്കുകയാണ്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിക്കും. അപ്പോൾ അവൾ ഈ ബെഡുമായിട്ടാണ് വന്നേക്കുന്നത്. അവളെ ഡോറ് തുറന്നകത്ത് വരുമ്പോൾ ഈ ഡ്രസ്സസ് കണ്ട് ഇങ്ങനെ സർപ്രൈസ്ഡ് ആവുകയാണ്. അവൾക്ക് ഒരുപാട് സന്തോഷമാവും. അവൾ സന്തോഷിക്കുന്ന കണ്ടിട്ട് അവനും സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവൾ ഓരോ ഡ്രസ്സായിട്ട് അവൻ ഇട്ട് കാണിക്കുകയാണ്. ഷൂസും വാങ്ങിയിട്ടുണ്ട് അവൻ, പക്ഷെ ആ ഷൂസ് അവൾക്ക് കുറച്ച് വലുതാണ്. അവൻ ചോദിക്കുന്നു, നിനക്ക് ഷൂസ് വലുതാണോ? അവൾ പറയും, ഇല്ല, ഇത് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്, ഷൂസ് കാണുമ്പോൾ കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. അവൻ പറയും, കടയിൽ ഈ ഒരു ഷൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വാങ്ങിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് വറി ചെയ്തു, നിനക്കത് പാകമാകുമോ ഇല്ലയോ എന്ന്. അവൾ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആ ഷൂസിനകത്ത് കുറച്ച് പേപ്പറൊക്കെ തിരികെ വെച്ചോളാം. അന്ന് രാത്രി അവർ ആ ലെറ്റർ ബോക്സ് നോക്കാനായിട്ട് വരുന്ന വഴിക്ക് മഴ പെയ്തു. അവൻ വാങ്ങി തന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. മഴയത്ത് നനയുമെന്ന് കരുതി അവരൊരു സ്ഥലത്ത് കയറി നിൽപ്പുണ്ട്. അവൻ മഴയെ കണ്ട് ചിരിക്കുന്നത് കണ്ടിട്ട് അവൾ ചോദിക്കും, നീ എന്തിനാ ഇത്രയ്ക്ക് ചിരിക്കുന്നത്? അവൻ പറയും, മഴയത്ത് കളിക്കുന്നത് നല്ല ഫണ്ണല്ലേ, നീ വാ, നമുക്ക് മഴയത്ത് നനയാം. അവൾ പറയും, പക്ഷേ ഞാൻ നീ വാങ്ങി തന്ന പുതിയ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്, ഇത് നനയ്ക്കുന്നത് എങ്ങനെയാ? അവൻ പറയും, ഞാൻ ടോട്ടൽ നിനക്ക് 3 വാങ്ങി തന്നിട്ടുണ്ട്, നിനക്ക് നാളെ സ്കൂളിൽ ഇട്ടുകൊണ്ട് വരാനായിട്ട് വേറെ ഉണ്ടല്ലോ, ഇപ്പം നനയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, വാ. മഴയത്തിറങ്ങി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുപാട് നേരം മഴയത്ത് കളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം ബില്ലിയാർഡ്സ് പ്ലേസ് റീഓപ്പൺ ചെയ്യുന്നതാണ്. അവിടെ എല്ലാവരും ഉണ്ട്. ചായ ഉണ്ട്, റാറ്റുണ്ട്, ഷെൻഷു ഉണ്ട്, തങ്ങേഷനുണ്ട്. ഹൈത്താങ് മിസ്സിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ പറഞ്ഞിട്ട് ചായയും മിസ്സും കൂടെ ഒരുമിച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അവരന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട്. അന്ന് വൈകുന്നേരം അവരെല്ലാവരും കൂടെ കുക്ക് ചെയ്ത് അവിടെ തന്നെ കൂടും. രാത്രിയാകുമ്പോൾ ഗേൾസ് എല്ലാം പോവും. ഇവർ 3 കൂടി നിന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ബാവോയും അയാളുടെ ആൾക്കാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ബാവോ പറയും, നീ എന്താ എന്നെ അറിയിക്കാതിരുന്നേ, എങ്കിൽ ഞാൻ ഫ്ലവേഴ്സ് കൊടുത്തു വിടില്ലായിരുന്നോ? ചാ പറയും, അതൊരു സ്മോൾ ബിസിനസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാവോ പറയും, സ്മോൾ ബിസിനസ് ആണെങ്കിലും പൈസ ഉണ്ടാക്കുമല്ലോ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഡിവോഷനൊക്കെ നിനക്ക് കാണിക്കാം. ഈ പ്ലേസ് വീണ്ടും തകർത്തു കഴിഞ്ഞാൽ അതൊരു മോശമായി പോകത്തില്ലേ? അപ്പം ചാ പറയുന്നുണ്ട്, ബാവോ നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാനായിട്ടാണോ വന്നേക്കുന്നത്? ബാവോ പറയും, അയ്യോ അങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനെയാ, ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങ് പേടിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ബാവോ ചായാങ്ങിനോട് പറയുന്നുണ്ട്, എടാ നാളെ തൊട്ട് നമ്മുടെ പയ്യന്മാരെ ഇവിടെ വന്ന് വാച്ച് ചെയ്യാനായിട്ട് പറയണം. അപ്പം ചാ ബാവോയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ബാവോ പറയും, ഈ ബില്ലിയാർഡ് ഹൗസ് ഇന്ന് മുതൽ എൻ്റെതാണ്,
എന്നിട്ട് അയാളും അയാളുടെ ആൾക്കാരും കൂടി അതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഹൈത്താങ് ഇപ്പോൾ ബുക്ക് സ്റ്റോറിലാണുള്ളത്. അവിടെയെല്ലാം അടുക്കിപ്പെറുക്കി വെക്കുമ്പോഴായിരുന്നു മെയിൽ ബോക്സിൽ വന്ന ലെറ്റേഴ്സ് അവൾ കാണുന്നത്. അത് കഴിഞ്ഞ് 2026 കാണിക്കുന്നത്. ഇവിടെ യൂണിയൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണല്ലോ. പോലീസുകാരെ യു ഷിഹോങ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന ആൾ അവളുടെ അച്ഛനല്ല എന്ന് അവളോട് പറഞ്ഞ കാര്യമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പോലീസുകാരൻ അവളോട് പറയുന്നുണ്ട്, റെക്കോർഡ്സ് പറയുന്നു നിങ്ങൾ 2002 ജനിച്ചതെന്ന്. യു ഷിഹോങ് പ്രിസണിലായത് 2001. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ലെങ്കിലും എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് തെറ്റാൻ ഒരു വഴിയുമില്ലല്ലോ. എൻ്റെ ഗ്രാൻഡ്മ എൻ്റെ അച്ഛനെ ദായോങ് എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് ഗ്രാൻഡ്മയ്ക്ക് അറിയാമല്ലോ. എൻ്റെ അച്ഛൻ ആരാണെന്നും ഗ്രാൻഡ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ ചുറ്റുമുള്ള അയൽക്കാരൊക്കെ, അവർക്ക് പിന്നെ എൻ്റെ അച്ഛനെ തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ വന്നിട്ട് ഇവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഓഫീസർ അങ്ങോട്ട് വിളിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്ന ഉപകരണത്തിൽ നിന്നൊക്കെ ഉള്ള ഫിംഗർ പ്രിൻറ്റ് മാച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു. ഫിംഗർ പ്രിൻറ്റ് മാച്ചായി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത്രയും പെട്ടെന്ന് വന്നു എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് തങ് യേഷ്യൻ എന്ന് പറയുന്ന പേഴ്സൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവളുടെ അച്ഛനായിട്ട് നിൽക്കുന്നത് തങ് യേഷ്യൻ എന്ന ആളാണ്. മറ്റു പോലീസുകാരും പറയുന്നുണ്ട്, ഇയാൾ പണ്ട് പ്രിസണിലായിരുന്നു 13 വർഷം. 1991 ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയതാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്നേഹത്തോടെ സൈനിങ് ഓഫ്, ദ സ്റ്റോറി പാണ്ട.